യമുന ശുചീകരണത്തിനായി ഡൽഹി സർക്കാരിനൊപ്പം പങ്കുചേർന്ന ബി.ജെ.പിയും യമുന തീരത്ത് ബി.ജെ.പി പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തി. 28 ഇടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ആദർശ് ടി.എസ്. ചേരുന്നു വിവരങ്ങളുമായി. ആദർശ, യമുന ശുചീകരണത്തിനായി ഡൽഹി സർക്കാരിനോടൊപ്പം ബി.ജെ.പിയും പങ്കുചേരുകയാണല്ലോ. പ്രവർത്തകർ ഏത് രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? രോഹിണി, ബി.ജെ.പി ഈ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു യമുനയുടെ ശുചീകരണം എന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബി.ജെ.പി നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ നടപ്പിലാക്കുന്ന ഈ ശുചീകരണ പരിപാടിയുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിനുള്ള തീരുമാനവും ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ബി.ജെ.പി പ്രവർത്തകർ യമുന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം പങ്കാളികളായത്. ഈ യമുനയുടെ തീരത്ത് 28 തടങ്ങളിലാണ് ഈ പരിപാടി നടന്നത്. ഇതിൽ ബി.ജെ.പി പ്രവർത്തകരും ഒപ്പം പാർട്ടിയുടെ നേതാക്കളും അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന യമുന ശുചീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി പ്രവർത്തകർ സഹകരിക്കുമെന്നും പൂർണ്ണമായും ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് യമുന ശുചീകരണത്തിനുള്ള എല്ലാ സഹായവും ഉണ്ടാകുമെന്നും ബി.ജെ.പി നേതാക്കൾ അറിയിച്ചു. ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യമുന തീരം ശുചീകരിക്കുന്ന പരിപാടിയാണ് നടന്നത്. 28 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ യമുന തീരം ശുചീകരിക്കുന്ന പരിപാടികൾ നടന്നത്. എന്തായാലും യമുനയുടെ ശുചീകരണം എന്നുള്ള വാഗ്ദാനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന പദ്ധതികളുമായി പൂർണ്ണമായും ബി.ജെ.പി പ്രവർത്തകർ സഹകരിക്കും. യമുന തീരവും യമുന നദിയും ശുചീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള ശുചീകരിച്ച യമുന എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള നടപടികൾ തന്നെയാണ് ഡൽഹി സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ബി.ജെ.പി ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. രോഹിണി. ശരി, ആദർശ് ടി.എസ്. ആണ് വിവരങ്ങൾ നൽകിയത്.